ഈ പോറ്റി എന്ത് സുബ്രഹ്മണ്യം പോറ്റിയോ ഉണ്ണികൃഷ്ണൻ പോറ്റി. സുബ്രഹ്മണ്യം പോറ്റി വേറെയാണ്, സോറി. അതെ, നമുക്ക് ഈ കുറ്റവാളികളെയൊന്നും നമുക്ക് പേര് അധികം കിട്ടില്ല. കാരണം നമ്മൾ വേറെ റൂട്ടിലൂടെ സഞ്ചരിക്കുകയാണ്, കുറ്റവാളികളോടൊപ്പം സഞ്ചരിക്കല്ല. അതുകൊണ്ടാണ് അത് ക്ഷമിക്കുക. അതൊരു തെറ്റ്, ഒരു സ്ലിപ്പ് വന്നതാണ്. സുബ്രഹ്മണ്യം പോറ്റി ഒരു മഹാനായ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് ആ പേര് തന്നെ പറയാൻ പാടില്ലാത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വലിയ സെക്യൂരിറ്റി സംവിധാനമുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവിന്റെ അടുത്ത് എങ്ങനെ എത്തി? അവർക്കിതിൽ പങ്കിടുന്നതൊന്നും ഞാൻ പറയുന്നില്ല. സോണിയാഗാന്ധിക്ക് ഇതിൽ പങ്കിടുന്നോ സോണിയാഗാന്ധിയുടെ ആവശ്യപ്രകാരമാണ് ഇദ്ദേഹത്തെ എത്തിച്ചതെന്നും ഞാൻ പറയില്ല. അങ്ങനെ പറയാനുള്ള ഒരു തെളിവോ അങ്ങനെ പറയാനുള്ള യാതൊരു നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഈ കുറ്റവാളിയെ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അവിടെ എത്തിച്ചല്ലോ. അവരെ കൂടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നില്ലേ? അതില് അവർക്കൊന്നും പങ്കില്ല എന്നുള്ളതാണ് കൂടെ പോയ ആളുകൾ പറയുന്നത്. പിന്നെ എങ്ങനെ എത്തി? നമുക്കാർക്കെങ്കിലും അവിടെ എത്താൻ കഴിയും? കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. അതൊക്കെ വിസ്മരിച്ച് കളയുന്നതിന് അതൊന്നും ചർച്ചയില്ലല്ലോ എവിടെയും. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം ഈ കവർച്ചയിൽ അവർക്കാർക്കെങ്കിലും പങ്കുണ്ട് എന്നുള്ളതല്ല. ഈ കവർച്ചയിൽ പങ്കാളിത്തമുള്ള ഈ കുറ്റവാളികളെ ഇന്ത്യയിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ അടുത്ത് എങ്ങനെ എത്തിച്ചു? അതാരെത്തിച്ചു? എത്തിക്കാനുള്ള ഉദ്ദേശം എന്താണ്? ഇതെല്ലാം പരിശോധിക്കേണ്ടതല്ലേ? അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണ്ടേ? അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ പറഞ്ഞ് വലിയ പല വൈകൃതങ്ങളും കാണിച്ച് പരിഹസിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് മാറാൻ കഴിയും. അപ്പൊ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അതിന്റെ വസ്തുതകൾ എന്താണ് എന്നുള്ളതെല്ലാം പുറത്തു വരുമെന്ന് തന്നെയാണ്. കുറച്ച് സമയം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കളവ് പറഞ്ഞ് ധരിപ്പിക്കാൻ വേഗം കഴിയും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങളില്ലേ? ഒരു ശരി ചെയ്ത് ജനങ്ങളെ അംഗീകാരം വാങ്ങാൻ കുറച്ച് സമയമെടുത്തെന്ന് വരും. അതിക്കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രചരണ മികവ് അവർക്കാണ്, പ്രചരണ മികവ് LDF ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും നമ്മൾ പറയാനില്ല. ഇവിടെ പ്രചരണ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക ഇലക്ഷനിലേക്ക് വരാൻ പോകാമല്ലോ.